ഹായ്, മൈസെൽഫ് അനൂപ്, ഡിജിസുധ എന്ന സ്റ്റാർട്ടപ്പിൻ്റെ ഡയറക്ടറാണ്. നിങ്ങൾ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കോളേജിൽ കൂടി ലഭിച്ച ഗൂഗിൾ ഫോം വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റെഫർ ചെയ്തതിലൂടെ ആയിരിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് പഠിക്കാനുള്ള കാര്യങ്ങളോ ഒരു കോഴ്സോ ഒന്നുമല്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജോലികൾ എങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക, ആ ജോലികൾ നിങ്ങളുടെ മൊബൈലിലൂടെ തന്നെ നിങ്ങൾ ചെയ്യുക, അതിന് നിങ്ങൾ ഏണിങ്സ് ഉണ്ടാക്കുന്നു. മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന ജോബുകൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. സോ ഓട്ടോമാറ്റിക്കായിട്ടും ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നിങ്ങളെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെയാണ് ജോബുകൾ? അക്കൗണ്ടിങ്ങിലെ വർക്കുകൾ, ബാങ്കിലെ വർക്കുകൾ, ഇൻഷുറൻസ് കമ്പനിയിലെ വർക്കുകൾ, സെയിൽസിൽ, മാർക്കറ്റിംഗ്, CRM, ഇതൊക്കെയാണ് ഇതിലെ വർക്കുകൾ. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലൂടെ ഇപ്പം ഉദാഹരണത്തിന് GST ഫയൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നു, വണ്ടിയുടെ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്നു, പിന്നെ ബാങ്കിലെ ലോണ് വേണ്ടിയിട്ടുള്ള ഒരു സിബിൽ ചെക്ക് ചെയ്യുന്നു, ഒരു കസ്റ്റമറുടെ ഇൻകം എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നു, EMI കാൽക്കുലേറ്റ് ചെയ്യുന്നു, പിന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസ് നേടുന്നു. ആ ചെയ്യുന്ന വർക്കിൽ നിങ്ങൾക്കൊരു ഏണിങ്സും ലഭിക്കുന്നതാണ്. സോ പാർട്ട് ടൈം ആയിട്ട് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ഏണിങ്സ് ആണ്, 2 എക്സ്പീരിയൻസ് ആണ്, 3 പ്ലേസ്മെൻറ്റ് കിട്ടുന്നതാണ്. ഈ പ്രോഗ്രാമിൽ നിങ്ങൾ എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഫോണിലൂടെ ഒരു GST ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എമൗണ്ട് ലഭിക്കുന്നു. അതുപോലെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു മാസം 20ഓളം അക്കൗണ്ടിങ് വർക്കുകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഏണിങ്സ് കിട്ടും. അപ്പോൾ അക്കൗണ്ടിങ് വർക്കിലൂടെ ഏകദേശം നിങ്ങൾക്ക് ഒരു മാസം 2500 രൂപ കിട്ടുക. അതുപോലെ ബാങ്കിലെ ലോണിൻ്റെ വർക്കുകൾ ചെയ്യുമ്പോഴത്തേക്കും 2500 രൂപ, 5000 രൂപ. വണ്ടിയുടെ ഇൻഷുറൻസ്, ഒരു വണ്ടിയുടെ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ 100 മുതൽ 1000-2000 രൂപ വരെയൊക്കെ ആവറേജ് പേ ഔട്ട് ഉണ്ടായിരിക്കും. അസ്യൂം ദാറ്റ് യു ആർ ഗെറ്റിംഗ് ആവറേജ് 300 rupees. ഒരു 10 ഇൻഷുറൻസ് ചെയ്യുമ്പോഴത്തേക്കും 3000 രൂപ. അപ്പം 2000 3000 കൂടെ കൂട്ടി കഴിയുമ്പോൾ ഏകദേശം 2000 രൂപ. സെയിൽസിലെ വർക്ക്, സെയിൽസിൻ്റെ കാര്യം എങ്ങനെയാണ്? നമ്മളൊരു ബാഗ് തൂക്കിക്കൊണ്ടുപോയി വിൽക്കുന്നതല്ല സെയിൽസ്, അതുമാത്രമല്ല സെയിൽസ്. ഇതിലെ സെയിൽസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യുണീക്ക് QR തരും. ആ QRലേക്ക് നമ്മൾ പലതരം ഓഫേഴ്സ് ആഡ് ചെയ്യും. അതായത് ഒരു ജ്വല്ലറി ഇപ്പോൾ ഒരു കസ്റ്റമർ സാധനം പർച്ചേസ് കഴിഞ്ഞാൽ അവർക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഒരു മെഡിസിൻ മേടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ, കാറ് മേടിച്ചു കഴിഞ്ഞാൽ, ഫർണിച്ചർ മേടിച്ചു കഴിഞ്ഞാൽ, ലബോറട്ടറി പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബ്യൂട്ടി പാർലർ, അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ പലതരം സ്ഥാപനങ്ങളുടെ പലതരം ഡിസ്കൗണ്ട് ഓഫേഴ്സും ഒക്കെ അതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ QR ഉപയോഗിച്ച് ഒരു കസ്റ്റമർ ഒരു സാധനം പർച്ചേസ് കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് അവിടെ ഡിസ്കൗണ്ട് ലഭിക്കുകയും നിങ്ങൾക്ക് ആ സെയിൽസിൻ്റെ ഒരു സർട്ടൻ % കമ്മീഷൻ ലഭിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഒരു കസിൻ്റെ കല്യാണമാണ്, ഒരു 20 പവൻ സ്വർണം ഒരു ജ്വല്ലറിയിൽ നിന്ന് മേടിക്കുകയാണ്. ആ ജ്വല്ലറിയിൽ നിങ്ങളുടെ QR ഉപയോഗിക്കുമ്പോൾ അവർക്ക് പണിക്കുള്ളിൽ ഡിസ്കൗണ്ട് ലഭിക്കുകയും ആ സെയിൽസിൻ്റെ ഒരു % നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. 2, നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേറ്റീവ് ഒരു iPhone 1,00,000 രൂപ ആണെന്ന് വിചാരിക്കുക, അത് പോയി മേടിച്ചു. അവർക്ക് അവിടെ ഒരു ഡിസ്കൗണ്ട് കിട്ടും, നിങ്ങൾക്ക് ആ സെയിൽസിൻ്റെ ഒരു % കിട്ടും. നിങ്ങളുടെ കസിൻ കാറ് മേടിച്ചു. അപ്പോൾ ആ കാറ് മേടിക്കുമ്പോൾ ആ ഷോറൂമിൽ നമുക്ക് ഒരു ഓഫേഴ്സ്, നിങ്ങളുടെ QR ഓഫേഴ്സ് ഉണ്ടെങ്കിൽ ആ ഓഫേഴ്സ് അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ആ കസ്റ്റമർക്ക് അതിൻ്റെ ഓഫേഴ്സ് കിട്ടുകയും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതിലൂടെ ആ സെയിൽസിൻ്റെ ഒരു %. ഈ സെയിൽസ് എല്ലാം നടക്കുന്നത് നിങ്ങൾ ത്രൂ ആണ് നടക്കുന്നത്. നിങ്ങളുടെ QRലാണ് ഈ സെയിൽസ് നടന്നിരിക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കായിട്ടും അതിൻ്റെ എല്ലാം ഒരു കമ്മീഷൻ കിട്ടും. ഇതെന്ന് പറയുന്നത് സെയിൽസ് ടൂളാണ്, സെയിൽസ് ടെക്നിക്കാണ്. പക്ഷേ ഇത് സിമ്പിളാണ്. ഇതിന് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം ഒരു കസ്റ്റമർ ഫ്രണ്ടിൽ കൊണ്ടുപോയി വിൽക്കേണ്ടിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇൻഡയറക്റ്റ്ലി നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് പേ ഔട്ട് കിട്ടും. പിന്നെ ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് കയറി വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെയോ ഫ്രണ്ടിൻ്റെയോ വണ്ടിയുടെ ഇൻഷുറൻസ് ഇതിലൂടെ ചെയ്യാം. അതിൻ്റെ പേ ഔട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അറിയാവുന്ന ആൾക്കാർ ഒരു 500 പേരുണ്ട്. 500 പേരിൽ പലർക്കും പലതരം വണ്ടികൾ കാണും. ബൈക്ക്, കാറ്, നമ്മുടെ ഓട്ടോ, അല്ലെങ്കിൽ ഒരു ടിപ്പർ, JCB, ഇങ്ങനെയുള്ള പല വണ്ടികൾ ഒരു ഇത്ര ആൾക്കാർക്ക് കാണും. അപ്പോൾ ഇതിലൊരു 200 പേർക്ക് ഉള്ള വണ്ടികൾ നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആവറേജ് ഒരു 300 രൂപ കമ്മീഷൻ കൂട്ടിക്കോളും. അപ്പം തന്നെ ഏകദേശം 60,000 രൂപ ഒരു മാസം കിട്ടും. ഞങ്ങൾ തരുന്ന വർക്കുകളല്ലാതെ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് ഇതിലൂടെ വർക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾക്ക് ഏത് ടൈം വേണമെന്നുണ്ടെങ്കിലും അതിൽ വർക്ക് എടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനെന്താണ് വേണ്ടിയത്? നിങ്ങൾക്ക് മറ്റുള്ളവരോട് പരിചയം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് വർക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെയൊക്കെ ഒന്ന് കാണുക, അവരോട് സംസാരിക്കുക. നമ്മുടെ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് ജോബാണ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100 രൂപ കിട്ടും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കസിൻസിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ 3-4 പേര് കാണും. അവർക്കൊക്കെ ഓരോ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നതല്ല, മറിച്ച് അവരുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരുമായിട്ടൊരു ബന്ധം നിങ്ങൾ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും നാളെ അവരുടെ ഈ പറയുന്ന പോലെ ഒരു വണ്ടിയുടെ ഇൻഷുറൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ QR ഉപയോഗിച്ച് അവർ സാധനം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പേ ഔട്ട് എന്ന് പറയുന്നത് ഹെവി ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു 500 ആൾക്കാരെ പരിചയമുണ്ടെങ്കിൽ
ഈ 500 പേരിൽ നിന്ന് ഒരു മാസം ഒരാൾ ഏതെങ്കിലും ഒരു പർച്ചേസ് ചെയ്യും, അതിൽ നിങ്ങൾക്കൊരു 20 രൂപ കിട്ടുവാണെങ്കിൽ 10,000 രൂപയും. ഞാൻ പറഞ്ഞ സ്വർണ്ണത്തിൻ്റെ കേസിലൊന്ന് ആലോചിച്ച് നോക്കുക, അത് എത്ര വരുമെന്നുള്ളത്. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് സ്മാർട്ട് വർക്കാണ്. മെയിൻലി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ. ഇപ്പോൾ ടീച്ചറാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചർ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു ടീം ലീഡർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ഒരു മാനേജർക്ക് വേണം. നല്ല നല്ല പൊസിഷനിൽ എത്താൻ വേണ്ടി നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. സോ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങളുടെ ഞാൻ തരുന്ന നമ്പറിൽ അഡ്മിൻസ് ആണ്, അവരെ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നോ പറയുക. പിന്നീട് നിങ്ങളെ ആരും ശല്യപ്പെടുന്നതായിരിക്കത്തില്ല, നിങ്ങളെ ആരും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കത്തില്ല. അക്കൗണ്ട് ഓപ്പണിംഗ് സ്കാം ഒന്നുമില്ല കേട്ടോ. ചില കുട്ടികൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, അത് തെറ്റാധാരണയാണ്. കാരണം സ്കാം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കോളേജിൽ വന്ന് നിങ്ങളുടെ പ്രിൻസിപ്പലിനെ കണ്ടു, പ്ലേസ്മെൻറ്റ് ഓഫീസറെ കണ്ടുമൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്കാമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കുക, അപ്പോൾ ആ പ്രോസസ് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിലുള്ള എക്സ്പീരിയൻസും നോളജും കിട്ടുകയും ചെയ്യും. ഓക്കെ.